ഹായ്, ഇന്ന് നമ്മൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലെ MBBSനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. സോ ലിസൺ, നമ്മൾ ആദ്യം പറയുന്നത് പ്രൈവറ്റ് MBBS കോളേജസ് പ്രയോറിറ്റി ലിസ്റ്റ് അക്കോർഡിംഗ് ടു 2024 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്. അതായത് ഏകദേശം ലാസ്റ്റ് ഇയർ കുട്ടികളെല്ലാവരും അഡ്മിഷൻ എടുത്ത രീതിയിൽ അവർ കൊടുത്തിട്ടുള്ള ഒരു പ്രയോറിറ്റി ലിസ്റ്റ്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൻ്റെ ഒരു പ്രയോറിറ്റി ലിസ്റ്റാണ് ആദ്യം നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് വരുന്നത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജാണ് തൃശ്ശൂരുള്ളത്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് കയറിയത് 2471 ആണ് കേട്ടോ. അതായത് ഏകദേശം ഈ ഒരു ഓർഡറിലാണ് ഇതിനൊരു പ്രയോറിറ്റി വരുന്നത്. കുട്ടികൾ ആദ്യം, അതായത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് ജൂബിലി മിഷൻ കോളേജാണ്. അതിനുശേഷം അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, അതും തൃശ്ശൂരുള്ളത്, അവിടെ കയറിയിട്ടുള്ളത് ലാസ്റ്റ് 2671 ആണ്. അതേപോലെ മാലങ്കര ഓർത്തഡോക്സിൽ 3153, പുഷ്പഗിരി തിരുവല്ലയിൽ 3342, MES മെഡിക്കൽ കോളേജ് ഉണ്ട് മലപ്പുറം, അവിടെ 3409 ആണ് ലാസ്റ്റ് ഇയർ കയറിയിട്ടുള്ള ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ആൻഡ് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് തിരുവല്ല 3584, അങ്ങനെ പോയിട്ട് KMCT മെഡിക്കൽ കോളേജ് കോഴിക്കോട് കയറിയത് 6467 ആണ് സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ കാരക്കോണത്തുള്ള കോളേജസ് ഉണ്ട്, അതേപോലെ ശ്രീനാരായണ ഉണ്ട്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് കയറിയിട്ടുള്ളത് 10,095 റാങ്കാണ് ലാസ്റ്റ് ഇയറിൽ സ്റ്റേറ്റ് മെറിറ്റിൽ എന്ത് ചെയ്തിട്ടുള്ളത്, പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്ക്, അതായത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലെ ലാസ്റ്റ് കോളേജിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏകദേശം ഒരു 10,000-11,000 റാങ്കിൻ്റെ ഉള്ളിലുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലേക്ക് എന്ത് ചെയ്യാം, പ്രൈവറ്റ് ആയിട്ട് MBBS പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ട് കേട്ടോ. സോ ലാസ്റ്റ് ഇയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ, കുറേ കുട്ടികൾ കമൻറ്റിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് റിക്വസ്റ്റഡ് ആണ് ലാസ്റ്റ് ഇയറിൻ്റെ എന്താ പറയുക പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലെ ക്ലോസിംഗ് റാങ്ക് ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള ഡേറ്റാസ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇത്രയും മെഡിക്കൽ കോളേജസിൻ്റെ ലിസ്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇതൊക്കെ ഒഫീഷ്യലി കിട്ടിയിട്ടുള്ള ലിസ്റ്റാണ് കേട്ടോ. ഒഫീഷ്യലി നമ്മളുടെ വെബ്സൈറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ലിസ്റ്റുകളാണ് നമ്മൾ ഈ പറയുന്നതെല്ലാം, അല്ലാണ്ട് നമ്മൾ ഉണ്ടാക്കിയ റാങ്ക് ലിസ്റ്റ് അല്ല കേട്ടോ. സോ നോക്കിയേ, അൽ അസർ മെഡിക്കൽ കോളേജ് തൊടുപുഴ നോക്കുമ്പോൾ സമയത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 2671 മുതൽ ഏകദേശം ഒരു നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ 10,095 വരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിട്ടുള്ളത്. ഇനി അതൊരു ഈഴവയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,186 അല്ല 10,510 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈഴവയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് ഇനി നമ്മൾ OBC മുസ്ലിമിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,619 യെസ് 11,694 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലേക്ക് ലാസ്റ്റ് ഇയർ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് വേറെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ, അതായത് SC ST പോവുകയാണെന്നുണ്ടെങ്കിൽ SCയിൽ എനിക്ക് തോന്നുന്നു 16,608 അല്ലേ, യെസ് 16,710 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ഇയർ കയറിയിട്ടുണ്ട്. ഇനി അത് STയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 24,719 അല്ലേ, 24,790 യെസ് ഇത് തന്നെ 24,801 വരെ എന്ത് ചെയ്തിട്ടുണ്ട്, ലാസ്റ്റ് ഇയർ STയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി അത് എക്കണോമിക്കലി വീക്കർ സെക്ഷനിലേക്ക് പോകുമ്പോൾ കുറേ ഒന്നും ഡേറ്റാസ് നമുക്ക് അവൈലബിൾ അല്ല, പക്ഷെ എന്നാലും ഏകദേശം നമുക്കൊരു 16,957 റാങ്ക് വരെയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, എക്കണോമിക്കലി വീക്കറും എന്ത് ചെയ്തിട്ടുണ്ടടാ, നമ്മുടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലേക്ക് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോൾ അതായത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അതായത് സ്റ്റേറ്റ് മെറിറ്റിൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് വഴി നിങ്ങൾ കയറുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ 85% സ്റ്റേറ്റ് കോട്ടയാണ്, ബാക്കി 15% NRI കോട്ടയാണ്. അപ്പോൾ 85% സ്റ്റേറ്റ് കോട്ടയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വരുന്ന ഫീസ് സ്ട്രക്ചർ എത്രയാണ്, NRI കോട്ടയിൽ പോകുന്നവർക്ക് വരുന്ന ഫീസ് സ്ട്രക്ചർ എത്രയാണ്, അതും കംപ്ലീറ്റ് മെഡിക്കൽ കോളേജസിൻ്റെ ലിസ്റ്റാണ് ഇന്ന് നമ്മളിനി പറയാൻ പോകുന്നത്. സോ നോക്കിയേ, ആദ്യം ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് മേപ്പാടി ഏകദേശം ഒരു 8,8,5 ലക്ഷം രൂപ വരെയാണ് പെർ ഇയർ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ ഫീസ് വരുന്നത്. സോ അത് മൂപ്പൻസ് മെഡിക്കൽ കോളേജ് മേപ്പാടി ആണെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് കോട്ടയിൽ 8,86,779 ഒരു വർഷത്തെ ഫീസാണ് പറയുന്നത്. അത് NRI കോട്ടയിലാണ് കയറുന്നതെന്നുണ്ടെങ്കിൽ 21,65,720 ആണ് പെർ ഇയർ ഫീസ് വരുന്നത്. ഇനി അത് കരുണ മെഡിക്കൽ കോളേജ് പാലക്കാടാണെങ്കിൽ 7,87,000 സ്റ്റേറ്റ് കോട്ട, 21,65,000 അത് സെയിം ആണ് കേട്ടോ ഏകദേശം. NRI കോട്ടയ്ക്ക് എമൗണ്ട് എന്താണ്, എല്ലാ കോളേജുകളിലും സെയിം ആണ്, എല്ലാ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലെയും NRI കോട്ടയിലെ ഫീസ് എന്ന് പറയുന്നത് 21,65,720 രൂപയാണ് പെർ ഇയർ ഫീസ് വരുന്നത്. ഇനി അത് സ്റ്റേറ്റ് കോട്ടയിലാകുമ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതിൽ ഏറ്റവും കുറവ് ഫീസ് വരുന്നത് SUT അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസസ് ട്രിവാൻഡ്രത്തിൽ
7,76,504 രൂപയാണ് ഒരു വർഷം വരുന്നത്. ഓക്കെ, ഏറ്റവും കുറവ് ഫീസ് അവിടെ മാത്രമുള്ളതെന്ന് തോന്നുന്നു അല്ലേ? യെസ്, ബാക്കി ഏകദേശം കോളേജസിലെല്ലാം 8,16,038 കേട്ടോ. ഈ ഒരു ഫീസുള്ള കോളേജസ് ആണ് അൽ ഹസർ, അമല ഇൻസ്റ്റിറ്റ്യൂട്ട്, അസീസിയ, അതേപോലെ സോമർവെൽ മെമ്മോറിയൽ കാരക്കോണം, ജൂബിലി മിഷൻ, കണ്ണൂർ മെഡിക്കൽ കോളേജ്, KMCT, മാലങ്കര ഓർത്തഡോക്സ്, പുഷ്പഗിരി ഇൻസ്റ്റിറ്റ്യൂട്ട് തിരുവല്ല, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ് കൊല്ലം, MES കോളേജ് പെരിന്തൽമണ്ണ. ഈ കോളേജുകളെല്ലാം സ്റ്റേറ്റ് കോട്ടയിൽ വരുന്നത് 8,16,038 രൂപയാണ് പെർ ഇയർ ഫീസ് വരുന്നത്. ബാക്കി ചെറിയ ചേഞ്ച് ഉള്ളവരാണ് ഈ പറഞ്ഞ കോളേജസ് ഒക്കെ. അതായത് SUTയിൽ വരുന്നത് 7,76,000 ആണ്. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ 8,49,000, അതായത് ഏകദേശം 8.5 ലക്ഷം രൂപ. ഇനി അത് ശ്രീഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമൂട് ആണെങ്കിൽ 7,71,595 രൂപയാണ്. മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ് ആണെന്നുണ്ടെങ്കിൽ 8,09,939 ആണ് വരുന്നത്. മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് വരുന്നത് 8,16,038 രൂപയാണ്. ഇനി കരുണ മെഡിക്കൽ കോളേജ് പാലക്കാട് ആണെങ്കിൽ 7,87,780 രൂപ രീതിയിലാണ് എന്ത് ചെയ്യുന്നത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലെ പെർ ഇയർ സ്റ്റേറ്റ് കോട്ടയിലെ ഫീസ് വരുന്നത്. NRI കോട്ടയിൽ എല്ലാം സെയിം ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏകദേശം ഒഫീഷ്യലി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ്. അപ്പോൾ ഒരു വീഡിയോൻ്റെ അകത്ത് നമുക്ക് ഒരുപാടൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ചിലപ്പോൾ ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ നമ്മളുടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും എന്ത് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അത് നമ്മൾ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമായി എക്സ്ക്ലൂസീവായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. താഴെ കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ നമ്മൾ ആ ലിങ്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ നമ്മളുടെ ഹെൽപ്പ് ഡെസ്കിലേക്ക് എത്തും. അവിടെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരും. സോ അത് നമ്മളുടെ പ്രൈവറ്റ് മെഡിക്കൽ കോളേജസിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഗ്രൂപ്പാണ്. സോ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് കുറച്ച് ആൾക്കാർ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ. അപ്പോൾ നേരെ ആ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. ബാക്കി ഡൗട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഫോളോ ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.